അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കർട്ടൻ മേടിക്കാൻ പോവാണ്. ഇപ്പോൾ ഞായറാഴ്ച ഇന്നലെ വന്നിട്ട് കർട്ടനൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കർട്ടൻ ഹോൾഡറൊക്കെ. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ തൽക്കാലം എൻ്റെ 2 സിംഗിൾ ബെഡ്ഷീറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് കർട്ടൻ മേടിച്ച് ഫിറ്റ് ചെയ്യണം. നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഏറ്റ് വിരിച്ച് വരുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ നിന്ന് മേടിക്കില്ലെന്ന് വിചാരിക്കണം. എന്തായാലും പോയി നോക്കി വെക്കാം, പിന്നെ ആ സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യാമല്ലോ. അപ്പം മല്ലേശ്വരം മാർക്കറ്റിലേക്കാണ് പോണേ. ഇപ്പോൾ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ചിക്പേട്ട്, മല്ലേശ്വരം മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് ശിവാജി നഗർ. അങ്ങനെ 4 സ്ഥലങ്ങളാണ് ഷോപ്പിങ്ങിന് നല്ലത് എന്നാണ് കേട്ടേക്കണേ. പക്ഷെ നമ്മൾ മാർക്കറ്റ് കാണാൻ പറ്റുവാണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അതല്ലാതെ അവിടെ ശ്രീ വെങ്കടേശ്വര എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് പോണത്. അപ്പോൾ പോയി നോക്കി വെക്കാം. പറ്റുവാണെങ്കിൽ മല്ലേശ്വരം മാർക്കറ്റും കാണിച്ചു തരാം. അപ്പം നമ്മൾ യൂബറിൽ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. യൂബർ എന്ന് പറയുന്നത് ഓട്ടോ ക്യാബ് ബുക്ക് ചെയ്യാനുള്ളതാണ്. നമ്മൾ എവിടേക്കാണോ പോകേണ്ടത് ഡെസ്റ്റിനേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എവിടെ നിന്നാണോ കയറുന്നത് ആ പിക്കപ്പ് പോയിന്റും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഡ്രൈവേഴ്സിനെ നമുക്ക് കാണിച്ചു തരും. അതിലേതെങ്കിലും ഒരാൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് അവർ വന്നിട്ട് നമ്മൾ ഓട്ടോയിൽ കയറി കൊണ്ടുപോകും. നമ്മളൊരു പിന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഓട്ടോ തന്നെയാണോ വരണേന്ന് അറിയാനാണ് ആ പിന്ന് വെച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടുള്ളത് അതുവരെ നമ്മളെ കൊണ്ടാക്കി തരും. പിന്നെ പുറത്ത് പോകുന്നവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അറിയുന്ന ഓട്ടോക്കാരെ തന്നെയാണല്ലോ നമ്മൾ വിളിക്കുക. പക്ഷെ ഇവിടെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ആരാ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കൂടുതലും സേഫസ്റ്റ് സൈഡ് ആലോചിക്കുകയാണെങ്കിലും എപ്പോഴും യൂബറോ ഒലയോ റാപ്പിഡോ അതല്ലെങ്കിൽ നമയാത്രി അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ 3rd കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓട്ടോ ക്യാബ് ബുക്ക് ചെയ്യുന്നതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടുക്സി എന്നാണ് പേര്. തൃശ്ശൂരും ട്രിവാൻഡ്രം കൊച്ചിയൊക്കെ അതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് മല്ലേശ്വരം മാർക്കറ്റിൽ കൂടെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മല്ലേശ്വരം മാർക്കറ്റ്. എൻ്റെ അവിടുന്ന് ഏറ്റവും അടുത്തുള്ള മാർക്കറ്റാണ്. ഒരു റോഡിൻ്റെ 2 സൈഡിലായിട്ട് നിറയെ കടകളാണ്. ആ സൈഡിലുള്ള ഫുട്പാത്തിൽ തന്നെ 2 സൈഡിലായിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്സാണ്. പിന്നെ ഇവിടെ വരലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടക്കാൻ പോവാണ്. ഒരു ഉത്സവം പോലെ നടക്കാൻ പോവാണ്. നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്കൊക്കെ ഐശ്വര്യം കൊണ്ടുവരുന്ന ലക്ഷ്മി. ആ ലക്ഷ്മിയുടെ എന്തോ പ്രത്യേക ദിവസമാണെന്നാണ് എൻ്റെ ഓഫീസിലെ കുട്ടി പറഞ്ഞത്. അപ്പോൾ ഇവരെ വീട്ടിലേക്ക് സ്ത്രീകളെന്നെ ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് വള, മാല, കുങ്കുമം, സിന്ദൂരൊക്കെ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അടുത്ത ബന്ധുക്കളൊക്കെ ആണെങ്കിൽ അരി സാധനങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ദക്ഷിണ കൊടുക്കുകയല്ല ഗിഫ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വരലക്ഷ്മി എന്ന് പറഞ്ഞൊരു ദിവസം വരികയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഒരുപാട് വളക്കച്ചവടക്കാര്, പൊട്ട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വള ഒരുപാട് ഇഷ്ടമായി. ഞാനൊരു 2 സെറ്റ് വള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഗസ്റ്റ് 15 പ്രമാണിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള കച്ചവടങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഈ പിസ്ത പച്ച, പിന്നെ അതുപോലെ ഒരു പേർപ്പിൾ കളറ് ഉടയുന്ന വളകളാണ്, കുപ്പി വളകളാണ് ഞാൻ എടുത്തത്. അതേപോലെ തന്നെ 2 പാൻറ് വീട്ടിൽ നിർത്തിയിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. പിന്നെ കുറേ കമ്മലുകൾ നോക്കി ഒരു 3-4 സെറ്റ് കമ്മലുകൾ എടുത്തു. ഓക്സിഡൈസ് ജ്വല്ലറീസ് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അധികം കളക്ഷൻസ് ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കണ്ടു, അതെടുത്തു. പിന്നെ കല്ല് വെച്ച് മോഡൽ എടുത്തു. വലിയതിനൊക്കെ 100 റുപ്പീസും ചെറുതിനൊക്കെ 50 റുപ്പീസും ആയിരുന്നു. അങ്ങനെ ഒരു 3-4 സെറ്റ് കമ്മലുകൾ എടുത്തു. എന്തായാലും നമുക്ക് ഓണവും കാര്യങ്ങളൊക്കെ വരില്ലേ, അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഓണമൊന്നും ഇല്ല കേട്ടോ. ഓഫീസിൽ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ആദ്യമായിട്ടാണ് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്കൂളിലുള്ളപ്പോഴായാലും കോളേജിലുള്ളപ്പോഴായാലും ഓഫീസിലുള്ളപ്പോഴായാലും നമുക്ക് സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. ഭയങ്കര മിസ്സിങ് ആണ്. നമ്മുടെ സെലിബ്രേഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടുത്തെ സെലിബ്രേഷൻസ് ആണെങ്കിൽ നമുക്ക് അറിയില്ല, നമ്മളോട്ട് സെലിബ്രേറ്റ് ചെയ്യില്ലല്ലോ. എന്തായാലും നാട്ടിൽ പോകുന്നുണ്ട്. സാറ്റർഡേ സൺഡേ ഒക്കെ ആണല്ലോ, സൺഡേ ആയിട്ടാണല്ലോ ഓണം വരുന്നത്. നാട്ടിൽ പോയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പാനിപൂരി കണ്ടിട്ടുണ്ടായിരുന്നു. മമ്മിക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ മമ്മി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അപ്പം ഞാൻ എന്തായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം കഴിക്കണ കാരണം പാനിപൂരി വാങ്ങിച്ച് കഴിച്ചു. ഞങ്ങൾ കഴിക്കുകയാണെങ്കിലും റൂംമേറ്റ്സ് എല്ലാവരും കൂടിയിട്ട് ഹോസ്റ്റലിൻ്റെ സൈഡിൽ നോക്കിയാട്ടോ കഴിക്കാറ്. ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ്. മമ്മി കഴിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ അവിടെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കും തലയ്ക്കും പറയുന്നുണ്ട് കഴിച്ചു നോക്കുക, അറിയാത്ത സാധനമല്ലേന്ന്. അങ്ങനെ അവസാനത്തെ ഒരെണ്ണം വായിച്ച്
കഴിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തൊരു ഷോപ്പിൽ കയറി. അവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാണിച്ചു തരാം. ഞാനൊരു ബാഗൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിട്ട് നടക്കുന്നതാണ് കണ്ടത്. പിന്നെ ഹോളിഗേ എന്ന് പറഞ്ഞൊരു സാധനം കഴിക്കാൻ കൊണ്ടുപോയി. ഇത് ശരിക്കും നോർത്ത് ഇന്ത്യൻ്റെ ഒരു സ്വീറ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ തിരുവനന്തപുരം സൈഡിലെ ബോളി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കിട്ടും. അതായത് അവരുടെ സദ്യക്ക് ശേഷം പായസത്തിൻ്റെ ഒപ്പം വിളമ്പുന്ന ഒരെണ്ണമാണ്. ഈ കാണുന്നതിനെ കച്ചോരി എന്നാണ് പറയുക. ഏകദേശം ബോളിയുടെ ടേസ്റ്റുള്ള ഇതിനെ നോർത്ത് ഇന്ത്യൻസ് ഹോളിഗേ എന്ന് പറയും. കർണാടകയിലെ അവർ വേറൊരു പേരാണ് പറയുക. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. എൻ്റെ ഒടിയത്തെ ഫ്രണ്ട്സാണ് അതെനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തന്നത്. നല്ലതായിരുന്നു. പിന്നെ ഞങ്ങളൊരു കേക്ക് ഷോപ്പിലേക്ക് പോയി. അമ്മാസ് പേസ്ട്രി എന്നാണ് ആ കേക്ക് ഷോപ്പിൻ്റെ പേര്. നമ്മൾ ഓഫീസിലേക്കായാലും ഹോസ്റ്റലിലേക്കായാലും എല്ലാ സെലിബ്രേഷൻസിനും അവിടെ നിന്നാണ് കേക്ക് വാങ്ങിക്കാറ്. എഗ്ഗ് ഉള്ളതായാലും ഇല്ലാത്തതായാലും നമുക്കറിയുന്ന പോലെ നമുക്ക് പറയുന്ന പോലെ കസ്റ്റമൈസ് ചെയ്ത് തരും. നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് കാണിച്ചു തന്നെ. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അറിയാത്തൊരു കടയിൽ നിന്നായിരുന്നു. കണ്ടപ്പോൾ ഉള്ള പ്രതീക്ഷ പോയി, പക്ഷെ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേ. അപ്പോൾ ഫുഡ് കഴിച്ചു കൊടുക്കാം. അപ്പോൾ രാവിലെ 9:30 ഓഫീസിൽ പോയതാണ്. തിരിച്ച് വന്നു. അപ്പം തന്നെ ബാഗ് എടുത്ത് പിന്നെ ഇറങ്ങി. ഇപ്പം ഇതേ 10:15 കഴിഞ്ഞിട്ടുണ്ട്. കുറേ ദൂരം ഓടിപ്പാഞ്ഞിട്ടാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഒരുവിധം നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ആയി. ഇനി അധികമൊന്നുമില്ല. കർട്ടനും കാര്യങ്ങളൊക്കെ നാട്ടിൽ പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് വേണ്ടിയിട്ട് അത് ഏറ്റിപ്പിടിച്ച് വരണ്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് പോയത്. അപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. മല്ലേശ്വരം മാർക്കറ്റ് കാണാൻ പറ്റി. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ മമ്മീനായിട്ട് പോയി. കുഴപ്പമൊന്നുമില്ല. ഒരു സ്ഥലമെങ്കിലും കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയില്ല ബാംഗ്ലൂർ ഭയങ്കര ചീപ്പ് സാധനങ്ങളൊക്കെ കിട്ടും, ഡ്രസ്സിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഞങ്ങൾ നാട്ടിൽ പോവാണ്. അപ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് മല്ലേശ്വരം മാർക്കറ്റെങ്കിലും കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ്. ശ്രീ വെങ്കടേശ്വര ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് ആദ്യം പോയത്. അവിടെ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. പിന്നെന്താ, മല്ലേശ്വരം സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ കാണുന്ന ചെറിയ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കമ്മല്, വള, അങ്ങനെ. പിന്നെ ഒരു വലിയ ഷോപ്പിൽ കയറിയിട്ട് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നിത്യയിടാനുള്ള ഡെയിലി വെയേഴ്സ് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കട്ടൻ വാങ്ങിക്കാനാണ് നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പോൾ കട്ടനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഒരുപോലെ വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഡ്രസ്സ്. ആക്ച്വലി ആദ്യത്തെ കളറ് 2 എണ്ണം, പിന്നെ ഏതെങ്കിലും ഒരു കളറ് 2 എണ്ണം എടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ തിരിയിട്ട് നോക്കിയാൽ കാണാനില്ല. 2 എണ്ണം ഒരേ കളർ കിട്ടി. പിന്നെ ഏതെങ്കിലും 2 എണ്ണം ഒരേ കളർ തിരയാൻ വേണ്ടി സ്റ്റാഫിനോട് 2-3 പേരോട് ചോദിച്ചു. എല്ലാവരും കൂടി തിരച്ചിൽ നടത്തിയിട്ട് സംഭവം കിട്ടിയില്ല. അവസാനം 4 പേർക്കും 4 എണ്ണം എടുത്തു. പിന്നെ കുറച്ച് ഡെയിലി വെയേഴ്സാണ് എടുത്തത്. ഒരു 3 ബനിയനും 2 പാൻറ്റും എടുത്തിട്ടുണ്ട്. പാൻറ്റ് കോട്ടൺ അല്ല വരുന്നത്, ഒരു വേറെ മോഡലാണ്. ബനിയൻ ടൈപ്പും അല്ല, കുറേ കാലം ഈട് നിൽക്കുന്ന പോലത്തെയാണ്. ഇത് കണ്ടോ, ചങ്ങലപ്പാവാട എന്നൊക്കെ പണ്ട് പറയില്ലേ, അതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് തുണിയായിരുന്നു. അങ്ങനെ 2 പാൻറ് എടുത്തു. പിന്നെ ഇതേ കുറേ കുഞ്ഞു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതിലത്തെ ഒരെണ്ണമാണ്. ഒരു പീസിന് 50 രൂപയാണ്. വലിയ പോലത്തെ ഉണ്ട് കേട്ടോ, നമ്മൾ സാരിക്കൊക്കെ ഇടുന്ന പോലത്തെ വലിയ ടൈപ്പ് ഉണ്ട്. അതിന് 100 രൂപയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഒരു ഓഫീസിലേക്കൊക്കെ പോകാൻ പറ്റുന്ന പോലത്തെ 2-3 കമ്മലുകൾ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഇട്ട് നോക്കി, പാകമൊക്കെ നോക്കി, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. 2 ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇട്ടിട്ടിരിക്കുന്ന ചുരിദാറും ഒരു കോട്ടുള്ള മോഡല്, പിന്നെ ഒരു ഉടുപ്പ് പോലത്തെ ചുരിദാറുമാണ് എടുത്തേക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പച്ച സാരി ഉണ്ട്, നെറ്റ് സാരി, പാർട്ടി വെയർ സാരി, അതിലേക്ക് മാച്ചായിട്ട് ബാംഗിൾസ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണത്തിനിടാൻ പോകുന്ന ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബാംഗിൾ മേടിച്ചിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ വരുന്നത് വയലറ്റും ഗോൾഡനും തന്നെയാണ് ഡ്രസ്സിൻ്റെ. അപ്പോൾ അത് നോക്കി മേടിച്ചതാണ്. കുപ്പിവളകളാണ് കേട്ടോ. അന്നും എന്നും എനിക്ക് കുപ്പിവളകൾ ഒരുപാട് ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കും, ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കും, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ. ഇതുപോലത്തെ ഒരു കുപ്പിവളയോ അല്ലെങ്കിൽ ഒരു പാനിപ്പൂരിയോ ഒക്കെ എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. നമ്മൾ കർട്ടൻ വാങ്ങിക്കാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇന്ന് ഫുള്ളൊരു ബിസി ദിവസമായിരുന്നു, പക്ഷെ നല്ല ദിവസമായിരുന്നു. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.